കോടതിയിലെത്തുമ്പോൾ കേജ്രിവാൾ പല നിർണായകമായുള്ള കാര്യങ്ങളും അവിടെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഈ പല നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടന്നിരുന്നു. അതിൽ പണമൊന്നും ആയില്ലല്ലോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ എങ്ങനെയാണ് കേജ്രിവാൾ അതായത് ഇക്കാര്യങ്ങളൊക്കെ വരിക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കോടതിയിൽ കേജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ശ്രുതി, അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. അല്പം മുമ്പാണ് കെജ്രിവാളിനെ ഇവിടെ ഹാജരാക്കിയത്. കെജ്രിവാളുമായി ഹാജരായതിന് പിന്നാലെ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇ ഡി അദ്ദേഹത്തെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ റോസ് അവന്യൂ കോടതിക്ക് മുന്നിലാണ് ഉള്ളത്. കോടതി നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കോടതി പരിസരത്ത് വലിയ സുരക്ഷയും ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ വിന്യാസമാണ് കോടതിയുടെ പുറത്തും അതോടൊപ്പം തന്നെ മറ്റ് പരിസര പ്രദേശങ്ങളിലും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കസ്റ്റഡി നീട്ടി നൽകുകയാണെങ്കിൽ പ്രതിഷേധം ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് ഈ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ വലിയ സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇന്നിപ്പോൾ കോടതിയിൽ കേജ്രിവാൾ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ അതോടൊപ്പം തന്നെ സൗരഭ് ഭരദ്വാജ് അതോടൊപ്പം അതിഷി മർലന എന്നീ മന്ത്രിമാരും ഇപ്പോൾ കോടതിക്ക് അകത്തുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിൽ എന്നും ഇതിന് മറുപടി ജനം നൽകും എന്നാണ് കേജ്രിവാൾ കോടതിയിലേക്ക് പോയ വഴി മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്താണെങ്കിലും കേജ്രിവാളിന് 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണം ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ കോടതിക്ക് അകത്തുനിന്ന് വിവരം വരുന്നത്. എന്താണെങ്കിലും ഈ കേസിൽ കോടതി വാദം തുടരുകയാണ്. ഇന്നലെ സുനിത കേജ്രിവാൾ പറഞ്ഞത് വലിയ പ്രസക്തമായ അതോടൊപ്പം വലിയ അഭ്യൂഹങ്ങൾ പറ്റിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കേജ്രിവാൾ ഇന്നിപ്പോൾ കോടതിയിൽ ഈ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ വെളിപ്പെടുത്തും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ എന്താണ് അതെന്ന കാര്യത്തിൽ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കോടതി നടപടികൾ ആരംഭിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വിശദമായി തന്നെ വാദം ഇഡിയുടെ കസ്റ്റഡി ആവശ്യത്തിലും അതോടൊപ്പം തന്നെ കേജ്രിവാളിന്റെ ഈ അറസ്റ്റ് ഇത്തരത്തിൽ നിയമവിരുദ്ധമാണ് എന്ന കേജ്രിവാളിന്റെ വാദത്തിലും നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും വാദങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. പ്രധാനമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. അതോടൊപ്പം ഒരു തെളിവുമില്ലാതെയാണ് ഇ ഡി ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗവും ഒപ്പം BJPയുടെ രാഷ്ട്രീയത്തിനൊത്ത് ഇ ഡി തുള്ളുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇന്നും വാദിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 3.5 മണിക്കൂറാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതിയിൽ നടന്നത്. അതിന് പിന്നാലെയായിരുന്നു ഇ ഡി കസ്റ്റഡിയിലേക്ക് 6 ദിവസത്തേക്ക് കെജ്രിവാളിനെ വിടുകയും ചെയ്ത്. എന്താണെങ്കിലും അതേ റോസ് അവന്യൂ കോടതിയാണ് കെജ്രിവാളിനെ ഇന്നിപ്പോൾ വീണ്ടും ഹാജരാക്കിയത്. ഇന്ന് 2 മണിക്കാണ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയും അദ്ദേഹത്തെ കോടതിയിൽ എത്തിക്കുകയും ചെയ്ത്. നിലവിൽ ഇതിൽ വാദങ്ങൾ തുടരുകയാണ്. 2 ഭാഗവും പ്രത്യേകിച്ച് കെജ്രിവാളിന്റെ ഭാഗവും ഒപ്പം ഇ ഡിയുടെ ഭാഗവും കേട്ട ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായ PR നേതാവ് കെ കവിതയെ സമാനമായ രീതിയിൽ തന്നെ വീണ്ടും ഇ ഡിക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയാണ് റോസ് അവന്യൂ കോടതി ചെയ്തത് എന്നും പ്രധാനപ്പെട്ടതാണ്. അതേ രീതി തന്നെയായിരിക്കുമോ കേജ്രിവാളിന്റെ കാര്യത്തിൽ ഉണ്ടാവുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിലും കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കോടതിയിൽ ഇ ഡി 7 ദിവസത്തെ കസ്റ്റഡിയിൽ കൂടി കേജ്രിവാളിന് വേണം. അതായത് കൂടുതൽ ചോദ്യം ചെയ്യലും അതോടൊപ്പം ബാക്കി നടപടികളിലേക്കും ഇനിയും കടക്കേണ്ടതുണ്ട് എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേജ്രിവാളിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന വാദമാണ് ഇന്നിപ്പോൾ ഇ ഡി കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശ്രുതി, നോബൽ തുടരുക. ശരത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശരത്തിലേക്ക് വരാൻ നോബലിലേക്ക് തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് കേജ്രിവാൾ ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരോട് കയറുമ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. പ്രതികരണം ഈ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്താണ്. അതായത് ജനങ്ങൾ മറുപടി നൽകുമെന്നടക്കം കേജ്രിവാൾ പറയുന്നു. ഇതിപ്പോൾ ഇന്ന് ഈ വാദം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവർ പ്രധാനമായും കേജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ശ്രുതി, കേജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഇന്നും ഉയർത്താൻ പോകുന്ന വാദങ്ങൾ തീർച്ചയായും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളായിരിക്കും. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല ഘട്ടങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് അതായത് 250 തവണ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയതാണ് കേജ്രിവാൾ ഇന്നലെ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ 1 രൂപ പോലും കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു തെളിവ് ശേഖരിക്കാനോ ഇ ഡി കഴിച്ച സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇ ഡി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റ് സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലേക്ക് പ്രചരണം ഉൾപ്പെടെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ. എന്താണെങ്കിലും ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിക്കും. ഇന്നലെ ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ മനു അഭിഷേക് സിംഗ്വി നിരവധി വാദങ്ങൾ ഉയർത്തിയെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ നിന്നും അത്തരത്തിലുള്ള അനുകൂല തീരുമാനം കേജ്രിവാൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഇപ്പോഴും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അത്തരത്തിൽ കൃത്യമായ അതായത് ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ കേജ്രിവാൾ കൃത്യമായ മറുപടി നൽകിയില്ല എന്ന വാദമാണ് ഇ ഡി ഇപ്പോൾ അവിടെ ഉയർത്തുന്നത്. അതായത് കേജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യണം, അതായത് 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം എന്തുകൊണ്ടാണ് ഇ ഡി ഉയർത്തുന്നത് എന്ന കാര്യം ഇപ്പോൾ ഇ ഡി കോടതിയിൽ വ്യക്തമാക്കുകയാണ്. കൃത്യമായ മറുപടി ചോദ്യങ്ങൾക്ക് കേജ്രിവാൾ നൽകുന്നില്ല, ചോദ്യങ്ങളോട് കേജ്രിവാൾ നിസ്സഹകരണം പുലർത്തുന്നു എന്നാണ് ഇപ്പോൾ ഇ ഡി ഇക്കാര്യത്തിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് കേജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന വാദമുഖം കോടതിയിൽ ഇപ്പോൾ ഇ ഡി ഉയർത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാദത്തിലേക്കാണ് കോടതി ആദ്യഘട്ടത്തിൽ, അതായത് കോടതിക്ക് ആദ്യഘട്ടത്തിൽ കേജ്രിവാളിന് എതിരെ, അതായത് ഇ ഡിയുടെ വാദമാണ് ഈ ഘട്ടത്തിൽ കോടതി കേൾക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കസ്റ്റഡി അപേക്ഷയും അതിന് ആവശ്യമായ കാരണവും ആണ് ഇ ഡി ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം പുലർത്തുമെന്ന് കേജ്രിവാൾ വ്യക്തമാക്കിയതായി പല കോണുകളിൽ നിന്ന് നമുക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഘട്ടത്തിൽ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താണ്. അത് കേജ്രിവാൾ അക്ഷരാർത്ഥത്തിൽ അത്തരത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ചോദ്യങ്ങളോട് സഹകരിക്കേണ്ടതില്ല തീരുമാനമാണ് സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇ ഡി അക്കാര്യമാണ് കോടതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കേജ്രിവാളിന്റെ ഭാഗം കൂടി ഇതിൽ കേൾക്കും. അതിൽ എന്ത് നിലപാടായിരിക്കും കേജ്രിവാൾ പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ സുനിത കേജ്രിവാൾ പറഞ്ഞതടക്കമുള്ള നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ എത്തുമ്പോൾ തനിക്ക് പറയാനുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം ഈ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ വ്യക്തമാക്കും, വെളിപ്പെടുത്തും എന്നടക്കമുള്ള കാര്യങ്ങൾ സുനിത കേജ്രിവാൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ആ തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് കേജ്രിവാളോ അല്ലെങ്കിൽ കേജ്രിവാളിന്റെ അഭിഭാഷകനോ ഈ ഘട്ടത്തിൽ കടക്കുമോ എന്നാണ് ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ സുനിത കേജ്രിവാൾ അടക്കമുള്ളവർ കോടതിയിൽ ഉണ്ട്. ബോധപൂർവം അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയാണ് കേജ്രിവാൾ ചെയ്യുന്നത് എന്ന വാദവും കൂടി ഇപ്പോൾ ഇ ഡി എന്താണെങ്കിലും കോടതിയിൽ ഉയർത്തിയിരിക്കുന്നു. അതായത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല, ബോധപൂർവം ചോദ്യങ്ങളോട് അന്വേഷണത്തോട് നിസ്സഹകരണം നടത്തുകയാണ് കേജ്രിവാൾ എന്ന ഗുരുതര ആരോപണം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഇ ഡിയുടെ ഭാഗത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. ഒപ്പം പഞ്ചാബ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകിയെന്നും ASD അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു ഇവിടെ വ്യക്തമാക്കിയാണ്. അതായത് ശരി നോബൽ, നമുക്ക് ഈ കഴിഞ്ഞ ദിവസം, വാർത്തയിലേക്ക് അതായത് തന്നെ ഇന്നലെ തിരിച്ചെത്താം.